ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ബൈബിൾ എടുത്ത് 1 തെസ്സലോനിയർ 3-ാം അധ്യായത്തിലേക്ക് തിരിയാം. 1 തെസ്സലോനിയർ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനുമായ തിമോത്തിയോസിനെ അയച്ചു. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടമനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. ആമേൻ. ഈ സഭയോട് എന്ത് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് നൽകിയ വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് ഈ വർഷം നമുക്കറിയാം, നമ്മുടെ ഈ സഭയ്ക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും തിക്താനുഭവങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് എനിക്ക് ഈ വേദഭാഗം കാണിച്ചു തന്ന് ഈ വിഷയത്തെക്കുറിച്ച്, കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ച് തന്നെ പ്രസംഗിക്കാനാണ് കർത്താവ് എനിക്കിന്ന് ബോധ്യം നൽകിയിരിക്കുന്നത്, പ്രേരണ നൽകിയിരിക്കുന്നു, നിയോഗം നൽകിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻപുകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, തെസ്സലോനിക്ക സഭ സ്ഥാപിച്ച് തെസ്സലോനിക്ക സഭയുടെ ആദ്യകാലത്തെ ശുശ്രൂഷ എത്ര നാളെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ശബത്തേ ഉള്ളൂ. അതിൽ കൂടുതലുണ്ടോ എന്ന് വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയത്തില്ല. പൗലോസിന്റെ ശുശ്രൂഷ 21 ദിവസം അത്രയേ ഉള്ളൂ. തെസ്സലോനിക്ക സഭയില് പൗലോസ് ഈ സഭ സ്ഥാപിച്ചപ്പോൾ ചെലവഴിച്ച സമയം 3 ശബത്ത് അല്ലേ. അത് കഴിയുമ്പോൾ പീഡ വരുന്നു, അവിടുന്ന് പോകേണ്ടി വരുന്നു. അപ്പൊ ഈ 3 ആഴ്ച കൊണ്ട് ഒരു സഭാസ്ഥാപന ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷകൻ എന്തൊക്കെ പഠിപ്പിക്കണം? അത് തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ ഇതുപോലെ പലയിടത്തും ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടില്ലയോ, ഞങ്ങൾ മുമ്പ് കൂട്ടി പഠിപ്പിച്ചില്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമതായിട്ട് സുവിശേഷം പറയണം. അതില്ലാതെ എന്ത് പ്രവർത്തനം അല്ലേ? രക്ഷാദൂത് കൈമാറണം. എങ്ങനെ രക്ഷിക്കപ്പെടാമെന്നുള്ള ദൂത് കൈമാറണം. അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ മഹത്വം, ആരാണ് ഈ ക്രിസ്തു എന്ന് ജാതിയർക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഉള്ളതാണ് 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അവർ പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ 4-ാം അധ്യായത്തിന്റെ ആദ്യം ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈംഗിക പാപങ്ങളൊന്നും ചെയ്യരുത് അല്ലെ. അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ 2-ാം വരവ് അല്ലെ. 5-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, അതൊക്കെ തെസ്സലോനിയർക്ക് അന്ന് തന്നെ ആദ്യ കാലത്തു തന്നെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു. അതുപോലെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോഴേ പഠിപ്പിച്ചു. അപ്പൊ കണ്ടോ, സഭാസ്ഥാപന ശുശ്രൂഷയിൽ ആദ്യത്തെ 3 ആഴ്ചയിൽ പൗലോസ് പഠിപ്പിച്ച എന്തൊക്കെയാ? രക്ഷാദൂത്, ക്രിസ്തുവാരാണ്, വിശുദ്ധ ജീവിതം എന്താണ്, കർത്താവിന്റെ 2-ാം വരവ് എന്താണ്, അവസാനം പറയാണ് കഷ്ടം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്ദേശത്തിന് ഒരു തലക്കെട്ടിടുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും, കഷ്ടത ഒരു അപ്പോസ്തോലിക ഉപദേശം. കഷ്ടത എന്താണ്? ഒരു അപ്പോസ്തോലിക ഉപദേശമാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. നമുക്കൊരു കഷ്ടത നിയമിക്കപ്പെട്ടിട്ടുണ്ട്, അതെന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. കഷ്ടതയുടെ മധ്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ഈ ഉത്തരവാദിത്വം നമുക്ക് എങ്ങനെ നിർവഹിക്കാം. അതുകൊണ്ട് അധികം സമയമെടുക്കുന്നില്ല, വളരെ വേഗത്തിൽ നീങ്ങട്ടെ. ഒന്നാമതായിട്ട് 3-ാമത്തെ വാക്യം വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചേ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങളോട് ചോദിക്കട്ടെ, തെസ്സലോനിയ സഭ വിടാം, നിങ്ങൾക്കറിയാമോ അത് അല്ലേ? കഷ്ടം അനുഭവിപ്പാൻ നമ്മൾ നിയമിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കറിയാമോ വ്യക്തിപരമായി അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ഇത് പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം ആരെങ്കിലും പെട്ടെന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല
വരം ലഭിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷം. എന്ത് വലിയ ഭാഗ്യം, ഈ മഹാഭാഗ്യം, ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ. പക്ഷെ ആ വരത്തിന്റെ കൂടെ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചതിന്റെ കൂടെ വരും ചിലത്, അല്ലേ? ഫ്രീ. എന്താണ്? കഷ്ടം സഹിക്കാനും ഒരു ദാനം, ഒരു വരം അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലെ? അപ്പോ നമ്മൾ നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14:22 പൗലോസും ബർണബാസും സഭാസ്ഥാപനം ചെയ്തേച്ച് മടങ്ങിപ്പോയി സഭകൾക്ക് ശിഷ്യത്വ ശുശ്രൂഷയിൽ എന്താ പഠിപ്പിച്ചേ? അപ്പോസ്തല പ്രവൃത്തികൾ 14:22 വിശ്വാസത്തിൽ വന്നു, ഇനി നിലനിൽക്കണം. അനേകം കഷ്ടങ്ങളിലൂടെ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടവരാകുന്നു. നമ്മൾ വിശ്വാസത്തിൽ കടന്നു വന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവരാജ്യം പണിയും, അതിനകത്ത് കടക്കണം, അതിനകത്ത് പ്രവേശിക്കണം, അല്ലെ? പക്ഷെ അതും ഇപ്പൊ വിശ്വാസത്തിൽ വന്നതും ഇനി ഭാവി വരുന്ന ആ ദൈവരാജ്യത്തിനും ഇടയിൽ എന്താ ഉള്ളേ? അനേകം കഷ്ടങ്ങൾ. അല്ല, 1, 2, 3 ഒന്നുമല്ല, അല്ലെ? അനേകം കഷ്ടങ്ങൾ സഹിക്കണം. അപ്പൊ കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തെസ്സലോനിക്ക ലേഖനമായാലും ഫിലിപ്പ് ലേഖനമായാലും പൊതുവെ തന്റെ എല്ലാ സഭാ ശുശ്രൂഷയിലും സഭ സ്ഥാപിച്ചു കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ശിഷ്യത്വ ശുശ്രൂഷയിൽ അവർക്ക് കൊടുക്കുന്ന ദൂതിന്റെ രത്ന ചുരുക്കം, നിങ്ങൾ കഷ്ടതയിൽ വിശ്വാസം നിലനിർത്തി ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, പത്രോസ് അപ്പോസ്തലനും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. 1 പത്രോസ് 2-ാം അധ്യായം 19 മുതൽ 21 ഓരോ വാക്യങ്ങൾ നിർത്തി വായിച്ചാൽ സൗകര്യമായിരിക്കും. 1 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യം. ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തിന് വേണ്ടി അവിടെ കണ്ടോ, അന്യായമായ കഷ്ടം. അതെന്താണെന്ന് വ്യക്തമാക്കി തരാം. അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ ദൈവത്തിന് പ്രസാദമാകുന്നു. അടുത്ത വാക്യം, 20-ാം വാക്യം. കുറ്റം ചെയ്തിട്ട് ന്യായമായിട്ടുള്ള അടി സഹിച്ചാൽ അത് ക്രിസ്തീയ കഷ്ടതയല്ല. അതാണ് അന്യായമായിട്ട് കഷ്ടം സഹിക്കണം. അല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്തു എന്നിട്ട് അതിന്റെ അനന്തരഫലമൊക്കെ വെച്ച് അനുഭവിച്ചു, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചു, അല്ല. അത് ക്രിസ്തുവിന് വേണ്ടി ഒന്നല്ല, നിനക്ക് വേണ്ടി തന്നെ കഷ്ടം സഹിച്ചത്. നിന്റെ കയ്യിലിരിപ്പ് കാരണം നീ കഷ്ടം സഹിച്ചു, അതല്ല. അന്യായമായൊരു കഷ്ടമുണ്ട്, നന്മ ചെയ്തിട്ടും കഷ്ടം വരുന്നു. കണ്ടോ, അങ്ങനെ നിങ്ങൾ സഹിച്ചാലേ യശസ്സുള്ളൂ. തുടർന്ന് വായിച്ചാട്ടെ. നന്മ ചെയ്തിട്ടും കഷ്ടം സഹിച്ചു, അതാണ് ദൈവത്തിന് പ്രസാദം, അല്ലേ? അത് അങ്ങനെ ഒരു ദൈവശാസ്ത്രം നിങ്ങൾക്കുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, നന്മ ചെയ്താൽ നന്മ വരുമെന്നാണ് നമ്മൾ ഇന്നൊക്കെ പഠിക്കുന്നത്. പക്ഷെ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അതാണ് ദൈവത്തിന് പ്രസാദം. തുടർന്ന് വായിച്ചാട്ടെ. ഇത് വല്ലവർക്കും ഉള്ളത് മാത്രമല്ല, ചില വിശ്വാസികൾക്ക് വേണ്ടി മാത്രം, ചില ഭക്തന്മാർക്ക് വേണ്ടി മാത്രം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ചില കൂടിയവർക്ക്, ചില മിഷനിൽ പോകുന്നവർക്ക് മാത്രം, പാസ്റ്റർമാർക്ക് മാത്രം. ഇതിനു വേണ്ടിയിട്ടാണ് സകല വിശ്വാസികളെയും വിളിച്ചിരിക്കുന്നത്. അതായത് എല്ലാ വിശ്വാസിക്കും ഈ വിളിയുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ച് അതിലൂടെ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാനാണ്, അല്ലേ? തുറന്ന് വായിച്ചു. ക്രിസ്തുവും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അപ്പൊ ക്രിസ്തു തന്നെ ഒരു മാതൃകയാണ്. അന്യായമായിട്ട് കഷ്ടം സഹിച്ചു. ക്രിസ്തു ന്യായമായിട്ട് കഷ്ടം സഹിച്ചവനല്ല. ക്രിസ്തുവിനെ ന്യായമായിട്ട് ക്രൂശീകരിക്കാൻ പോയിട്ട് ഒരു അടി കൊടുക്കാൻ പോലും ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. അപ്പൊ ക്രിസ്തു എങ്ങനെ ക്രൂശിക്കപ്പെട്ടെ? അന്യായമായിട്ട് കഷ്ടം സഹിച്ചു. അതൊരു അനീതി പ്രവൃത്തിയായിരുന്നു ക്രിസ്തുവിനെ കുറിച്ച് ക്രൂശിച്ചത്. അതാണ് നമുക്കുള്ള മാതൃക, അല്ലേ? അപ്പൊ അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പത്രോസ് വീണ്ടും പറയാണ്, 3:17. ഏറ്റവും നന്ന്. 4-ാം അധ്യായം 12 മുതൽ 16. അപൂർവ കാര്യമായിരിക്കരുത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത. കാരണം ഇതും പ്രതീക്ഷിച്ചുകൊണ്ടായി വന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ നിയമിക്കുന്നത്. അതുകൊണ്ട് അതിൽ വലിയ അതിശയമൊന്നും വേണ്ട.
സന്തോഷിച്ചോളൂ. അപ്പൊ കഷ്ടത വരുമ്പോ കണ്ടോ, പത്രോസ് അപ്പോസ്തലൻ, നേരത്തെ അങ്കിൾ പറഞ്ഞു നമുക്ക് ശരിയായ വെളിപ്പാടും പരിജ്ഞാനവും വേണം. അപ്പോസ്തലനായ പത്രോസ് കഷ്ടത വരുമ്പോ അത് എങ്ങനെയാ വീക്ഷിക്കുന്നറിയോ? അയ്യോ, ക്രിസ്തുവിന്റെ പങ്കാളിയാവുക. ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച അതേ ജീവിതത്തിന്റെ ഒരു പങ്കാളിയായിട്ട് ഞാനും മാറുകയാണെന്നാണ് കഷ്ടതയെ നോക്കിയിട്ട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കഷ്ടതയൊക്കെ എന്താണ്? ക്രിസ്തുവിനെ രുചിച്ചറിയാനുള്ള മുഖാന്തരങ്ങളാണ്, ക്രിസ്തുവിനുമായിട്ട് അടുക്കാനുള്ള ഓരോ മാർഗങ്ങൾ. കാരണം ഞാൻ അവന്റെ പങ്കാളി, അവനുമായിട്ട് അടുക്കുക. അവൻ ജീവിച്ച അതേ പാതയിൽ ഞാനും പോയി എന്റെ കാല് വെക്കുക. അപ്പം ഐക്യം കടന്നു വരുന്നു, അവനെ രുചിച്ചറിയാൻ പറ്റുന്നു, അവന്റെ പങ്കാളിയായി മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം എന്നാ പറഞ്ഞ കഷ്ടതയിൽ. ഇന്ന് കഷ്ടം അനുഭവിച്ച അന്ന് തേജസ്സിന്റെയും പങ്കാളിയാകും. അപ്പൊ അന്ന് ഉല്ലസിച്ച് ആനന്ദിക്കും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി ഭാഗ്യവാന്മാർ. അതെ, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിരിക്കുന്നു, അല്ലെ? മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലിരിക്കുന്നു. ഇത് എത്ര പ്രാവശ്യം ഈ പത്രോസ് ഒരേ കാര്യം തന്നെ പറയുന്നേ, അല്ലെ? നിങ്ങള് ന്യായമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, അന്യായമായിട്ട് കഷ്ടം സഹിക്കുക. അല്ലാതെ കയ്യിലിരിപ്പ് കൊണ്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്തുവിനെ നല്ലതുപോലെ പിൻപറ്റിയപ്പോ വരുന്ന കഷ്ടത്തെ കുറിച്ചായി പറയുന്നത്. കൊലപാതകം മാത്രമല്ല, ഗോസിപ്പ്, പരദൂഷണം പറയുന്നത് നിമിത്തം അടിയൊന്നും മാഞ്ചു പിടിക്കരുത്. ക്രിസ്ത്യാനിയായിട്ടൊരുവൻ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ലജ്ജിക്കരുത്. ആമേൻ, സ്തോത്രം. അപ്പൊ കണ്ടോ, അപ്പോസ്തലനായ പത്രോസും പഠിപ്പിക്കുന്നുണ്ട്, പൗലോസും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇനി വാക്യങ്ങൾ എടുത്തു വായിക്കാൻ ഞാൻ സമയം ചെലവഴിക്കുന്നില്ല, കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 33-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് യേശു ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞല്ലേ, ലോകത്തിൽ എന്തുണ്ട്? നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. 1 യോഹന്നാൻ 3:13 പറഞ്ഞിരിക്കുകയാണ്, പ്രിയമുള്ളവരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടരുത്. ഭക്തന്മാർക്ക് ഈ ലോകത്തിന്റെ പക അനുഭവിക്കേണ്ടി വരും. അതൊരു ആശ്ചര്യപൂർണ്ണം, അയ്യോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു അബ്നോർമൽ കാര്യമല്ല അത്, അല്ലെ? യാക്കോബ് അപ്പോസ്തലനും പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ 5:10 പറഞ്ഞിട്ടുണ്ട്, കഷ്ടതയിൽ ദീർഘക്ഷമ കാണിക്കുന്നതിനായിട്ട് മുൻകാലത്തിലെ പ്രവാചകന്മാരെ ദൃഷ്ടാന്തമായിട്ട് എടുത്തുകൊള്ളുവിൻ. അപ്പൊ കണ്ടോ, പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്തിലധികം പറയണം, യേശു ക്രിസ്തുവും ഇത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എവിടെ കഷ്ടത, അല്ലേ? ഇപ്പൊ നമ്മള് ഈ 1 തെസ്സലോനിയർ 3-ാം അധ്യായം 3-ഉം 4-ഉം വായിച്ചല്ലോ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു, കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഇരുന്നപ്പോൾ പറഞ്ഞു. ഈ 1 തെസ്സലോനിയർ 3-ാം അധ്യായത്തിൽ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ യവന പദമാണ് മത്തായി 7:14 പറഞ്ഞിരിക്കുന്നത് ഞെരുക്കം. രണ്ടും ഒരേ വാക്കാ. അത് നമുക്ക് മലയാളം ബൈബിൾ വായിച്ചാലും ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാലും മനസ്സിലാകത്തില്ല. യവന ഭാഷയിലെ ബൈബിൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരേ വാക്കാണ്. അപ്പോൾ ഒരു രീതിയിൽ മത്തായി 7:14 എങ്ങനെ പറയാം? വഴി കഷ്ടത കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഏത്? ജീവങ്കിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് കുറച്ചുപേരെ കാണത്തുള്ളൂ, അല്ലേ? ബാക്കിയുള്ളവര് സുഖം തേടിപ്പോകും, അല്ലേ? അപ്പൊ ഇവിടെ ഈ വാക്കിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. കാരണം പലപ്പോഴും ഈ കഷ്ടത പ്രസംഗിക്കാൻ പലർക്കും ഇഷ്ടമല്ല. എന്തോ ഈ കഷ്ടത? പട്ടിണിയും പരിവട്ടവും ആപത്തും അനർത്ഥവും, അല്ലെ? ഇതൊക്കെ ചിലർക്ക് സൺഡേ രാവിലെ ഇതൊക്കെയാണോ പ്രസംഗിക്കുന്നത് ചിലർ ചോദിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ യവന പദം നമ്മൾ പഠിക്കും മനസ്സിലായി. എന്താ കഷ്ടം? ഇടുക്കം, ഞെരുക്കം എന്നൊക്കെ പറഞ്ഞ് ഇത് സമ്മർദ്ദം എന്നുള്ള അർത്ഥമാണ് ഇതിന്റെ ശരിക്കുള്ള മൂലപദത്തിന്റെ അർത്ഥം. കൺസ്ട്രെയിൻഡ്, അല്ലെ? സങ്കോചം എന്നൊക്കെ പറയും. അതായത് പിടിച്ച് ഞെരുക്കുക, അതായത് തീരെ സ്ഥലമില്ല, കുടുസ് മുറിക്കകത്ത് പിടിച്ചിടുക, അല്ലെ? അതുകൊണ്ടാണ് അതിന് നാരോ വേ എന്ന് ഇംഗ്ലീഷിൽ വന്നത്. ഞെരുക്കം എന്നുള്ള അർത്ഥം വന്നത്. പക്ഷേ ഈ ഞെരുക്കം എന്തുകൊണ്ടാണ്? കഷ്ടത നിമിത്തമാണ്. ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് ചില പരിമിതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. പക്ഷെ അതെന്ത് കഷ്ടമാണ്? ഭക്തന് ഈ ലോകത്തിൽ ജീവിക്കുമ്പം കടന്നു വരുന്ന കഷ്ടതയാണ്. അല്ലാതെ അടിപിടി കൂടിയിട്ടും
പാപം ചെയ്തിട്ടും ഒന്നുമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കുറെ ആപത്തും അനർത്ഥവും വന്ന് സംഭവിക്കുന്നതിനെ കുറിച്ചല്ല. അത് എല്ലാവർക്കും ഉണ്ട് ആപത്തും അനർത്ഥവും ഒക്കെ. ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് ഒരുപാടുണ്ട് ആപത്തും അനർത്ഥവും. അതിനർത്ഥം അവരങ്ങ് കഷ്ടതയിലങ്ങ് വളർന്നു പന്തലിക്കുകയാണെന്നാണോ? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക ഈ ലോകം ഭക്തന് വിരോധമാണ്, അല്ലേ? ഈ പ്രസംഗം ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വന്ന പാട്ടാണ് നമ്മളിന്ന് പാടിയത്, സിയോൻ സഞ്ചാരി, അല്ലേ? എനിക്ക് ഈ ലോകം യോഗ്യമല്ല എന്ന് പാടിയ അതേ ഭാഗം എനിക്കിത് പാടിയപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ നമ്മൾ ക്രൂശിന്റെ പാതയിൽ നടക്കുമ്പോൾ ഈ ലോകത്തിൽ പരിമിതികൾ, ചില എന്താ പറയുക ഞെരുക്കങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളാരും ഒന്നും ചിന്തിക്കരുതോ ഞാൻ കണ്ട എല്ലാ ദുസ്വപ്നവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാന്ന്. അതല്ല കഷ്ടത. ചിലർ അങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചു. അതല്ല കഷ്ടത. കഷ്ടത ദൈവത്തെ പിൻപറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ശത്രുത നിമിത്തം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പരിമിതികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞെരുക്കം പിടിച്ച പാതയാണ്, വില കൊടുക്കേണ്ട പാതയാണ്. ഇനി ഇവിടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ എത്ര വാക്യങ്ങൾ പെട്ടെന്ന് നമ്മൾ നോക്കി, അല്ലെ? എല്ലായിടത്തും പറയുന്നത് പുതിയ നിയമത്തിൽ ഒരുപോലെ, അല്ലാതെ ഏതെങ്കിലും ഒരാൾ മാത്രമല്ല, എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കഷ്ടത ഒരു അപ്പോസ്തോലിക ഉപദേശമാണ്. പക്ഷെ ഇന്ന് നമ്മൾ അധികം കേൾക്കാറില്ലല്ലോ ഇതിനെക്കുറിച്ച്, അല്ലെ? കഷ്ടതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ വളരെ കുറവാണ്, അത് പ്രസംഗിക്കുന്നവരും കുറവാണ്. പിന്നെ ഇത് പ്രസംഗിക്കുന്നവർക്കെതിരെ നിറച്ച് കഷ്ടത വരികയും ചെയ്യും, അല്ലേ? നല്ല എതിർപ്പാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതിനെതിരെ, അല്ലെ? എന്തുകൊണ്ടാണ് അതങ്ങനെ നമ്മൾ അധികം കേൾക്കാത്തത്? അതിന്റെ കാരണം ഇന്ന് നമ്മൾ ഇതിന് വിരോധമായിട്ടൊരു ഉപദേശം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സമൃദ്ധിയുടെ ഉപദേശം, അല്ലേ? യേശു ക്രിസ്തുവിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേര്. ഇവിടെ കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ് കഷ്ടത നമുക്ക് നിയമിച്ചിരിക്കുന്നു. പത്രോസ് പറയാണ് നമ്മളെ ഇതിനായിട്ടല്ലോ വിളിച്ചിരിക്കുന്നത്. ഇതേ പാതയിലാണ് ക്രിസ്തു പോയത്, ഇതേ പാതയിൽ തന്നെ നമ്മൾ പോകേണ്ടത്. അല്ലാതെ ക്രിസ്തു കഷ്ടം സഹിച്ചു അതുകൊണ്ട് ഞാൻ കഷ്ടം സഹിക്കേണ്ട എന്നൊരു ദൈവശാസ്ത്രം പുതിയ നിയമത്തിലില്ല. പത്രോസ് പറയുന്നു ഇതേ കഷ്ടതയുടെ പാതയിലാ നിങ്ങളും നടക്കേണ്ടത്. ക്രിസ്തു ജീവിച്ച പോലെ നിങ്ങളും കഷ്ടതയുടെ പാതയിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ ഉപദേശം നമുക്കത്ര പിടിക്കുന്നില്ല. ഇന്ന് നമുക്ക് കേൾക്കാൻ ഇഷ്ടം ക്രിസ്തുവിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഭൗമിക അനുഗ്രഹങ്ങളുടെ ഘോഷയാത്രയായിരിക്കും, അല്ലെ? എന്നിട്ട് പഴയ നിയമത്തിലെ പല അനുഗ്രഹങ്ങൾ നമ്മൾ ഉദ്ധരിക്കുവാൻ തുടങ്ങും. പഴയ നിയമത്തിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്താണ്? ഒരു ഭൗതികമായ ഒരു രാജ്യത്തോടും അവർക്ക് വാക്തത്വം കൊടുത്തൊരു ദേശത്തോടും ഒക്കെയാണ്. സഭയ്ക്കൊരു ദേശവും ഇല്ല. സഭയ്ക്ക് ലോകം മുഴുവൻ പോയി ശിഷ്യന്മാരെ ഉളവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സ്ഥലമൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഭൗതിക നന്മകളൊന്നും ബൈബിളിൽ ഒരിടത്ത്, പുതിയ നിയമത്തിൽ ഞാൻ അവർക്ക് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടൊന്ന് ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ഒരിടത്തും ഭൗതിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല, ഒരൊറ്റ വാക്യം പോലും ഇല്ല. പിന്നെ ഉള്ളത് ആകെ കൂടെ ഉള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 20 അവിടെ അപ്പോസ്തലൻ പറയുന്നത് കൊടുക്കുന്നതാണ് അനുഗ്രഹം, വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നതാണ് അനുഗ്രഹം. ഭൗതിക നന്മകളുടെ വിഷയത്തിൽ അനുഗ്രഹം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഉപദേശം സ്വീകരിക്കാൻ ഒരു വലിയ മടിയാണ് പലർക്കും. ഈ ഉപദേശം മാത്രമല്ല, പൊതുവെ ഉപദേശം സ്വീകരിക്കാൻ തന്നെ നമുക്ക് ഒരു മടിയുണ്ട്. അതിന്റെ മൂലകാരണം എന്തെന്നറിയാൻ യെരമ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടക്കുക. ഇത് നമ്മുടെ വിഷയമല്ലേലും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യെരമ്യാവ് 6 അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെരമ്യാ 6:8. എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെ ഞാൻ നിന്നെ ശൂന്യവും ആക്കാതെ, അതായത് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ഉപദേശം കൈക്കൊള്ളണം. പക്ഷെ അവർ കൈക്കൊണ്ടില്ല. അവർക്ക് ഉപദേശം വേണ്ട. അവർക്ക് എന്താ അങ്ങനെ ഉപദേശം കൈക്കൊള്ളാൻ ഒരു മടി? 10-ാമത്തെ വാക്യം. അവർക്കൊരു മനസ്സും ഇല്ല ഈ വചനം കേൾക്കാൻ. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, ഇഷ്ടമില്ല. കണ്ടോ, എന്തുകൊണ്ടാണ് ഉപദേശം കൈക്കൊള്ളാത്ത? ഇഷ്ടമില്ല. ഇന്നും ഈ സമൃദ്ധിയുടെ ഉപദേശം കേൾക്കാൻ ഇഷ്ടമുള്ളൂ, കഷ്ടതയുടെ ഉപദേശം കേൾക്കാൻ, ക്രൂശെടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചില ഉപദേശങ്ങൾ സ്വീകരിക്കാത്തതെന്നറിയാം? ഇഷ്ടമില്ല. ദൈവവചനം എന്തു പറഞ്ഞാലും ഞാനത് സ്വീകരിക്കുമെന്ന് പറയാനുള്ള ഒരു ഇഷ്ടം
നമുക്കില്ല. നമുക്കിഷ്ടമുള്ളതൊക്കെ ദൈവം പറയണം. അല്ലാതെ ദൈവം പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ ഞാനത് ഇഷ്ടപ്പെടുമെന്ന് പറയുന്ന ഭക്തന്മാരല്ലായിരുന്നു അന്നത്തെ കാലത്തവര്. അവർക്ക് അതിലിഷ്ടമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് എന്തുവായിരുന്നു ഇഷ്ടം എന്ന് നമുക്കൊന്ന് നോക്കാം. 13-ാമത്തെ വാക്യം. അവരെന്തിന്റെ ഇഷ്ടക്കാരായിരുന്നു? ദൈവവചനത്തിൽ ഇഷ്ടമില്ല, പിന്നെ എന്തോന്നില്ല ഇഷ്ടം? ആബാലവൃത്തം, കിളവന്മാര് മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ദ്രവ്യാഗ്രഹികളാകുന്നു. കേട്ടോ, അവർക്ക് എന്തുവാ ഇഷ്ടം? പണം. അന്നും ഇന്നും ഒരേ കഥ തന്നെ. ഇതാണ് 16-ാം അധ്യായം ലൂക്കോസ് 16 കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് 2 യജമാനന്മാർ പറ്റുകയില്ല. ഏതാ? പിശാചും ദൈവമാണോ? അല്ല, ദൈവവും മാമോനും. പണം. പണത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അത് ദൈവവചനത്തിലെ വ്യവസ്ഥയാണ്. ഇവിടെ കണ്ടോ, ദ്രവ്യാഗ്രഹം ഇഷ്ടപ്പെട്ടവർക്ക് ദൈവവചനം ഉപദേശം ഇഷ്ടമില്ല. ഇന്നും പണത്തെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ള പ്രസംഗകരെ കൂട്ടുപിടിക്കും. എന്നിട്ട് അങ്ങനെയുള്ളവർ പ്രസംഗിച്ചും കൂടെ കൊടുക്കും. പണമൊക്കെ തരാനാ ദൈവം ഇരിക്കുന്നത്, അല്ലേ? ആവശ്യത്തിനുള്ള പണത്തെക്കുറിച്ചല്ലേ ഈ പറയുന്നത്. നിനക്ക് കോടിപതി ആവണോ? ദൈവം ഇരിപ്പുണ്ട്. അങ്ങനത്തെ കള്ളപ്രസംഗകർ, അല്ലെ? അവർക്ക് ദ്രവ്യാഗ്രഹത്തിലാണ് താല്പര്യം. 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പഴയ വഴികളിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് എന്റെ കാഹളനാദം കേട്ട് മടങ്ങി വരിക. കർത്താവ് വീണ്ടും വീണ്ടും വചന ശുശ്രൂഷ അയച്ച് മുന്നറിയിപ്പുകൾ കൊടുക്കുക. നിങ്ങൾ പോകുന്ന തെറ്റായ ദിശയിലാണ്. ദ്രവ്യാഗ്രഹം നിങ്ങളെ രക്ഷിക്കുകയില്ല. ഈ സാമ്പത്തിക സമൃദ്ധിയുടെ പുറകെ പോയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. എന്നിട്ട് 20-ാം വാക്യത്തിൽ ഒന്ന് വായിച്ച 20-ാം വാക്യം വളരെ രസകരമായ ഒരു വാക്യം. 20-ാം വാക്യം അവരുടെ ആരാധനയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. ഷേബയിൽ നിന്ന് കുന്തിരിക്കവും എന്തിന്? എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടു ദൂരദേശത്തു നിന്നൊക്കെ ഓരോന്നൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്ന് ആരാധന കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തില്ല? ഇഷ്ടമില്ല. നേരത്തെ അവരെന്താ ഇഷ്ടപ്പെടാത്തത്? അവർക്ക് വചനം ഇഷ്ടമില്ല. അവരുടെ ആരാധനയിൽ ദൈവത്തിന് ഇഷ്ടമില്ല. നിങ്ങൾ കേട്ടോ അത്? ഉപദേശം ഇഷ്ടപ്പെടാത്ത ദ്രവ്യാഗ്രഹികളായവർ ഇനി എന്തെല്ലാം ത്യാഗസമ്പൂർണതയോടെ കുന്തിരിക്കവും കൊണ്ടുവന്ന് ആരാധന അർപ്പിച്ചാലും ദൈവം പറയും എനിക്ക് ഇഷ്ടമില്ല, അല്ലേ? ഞങ്ങൾ ദുബായിൽ പോയി കോൺഫറൻസിന്. കാരണം അവിടെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അല്ലെ, ചില ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗർ അമേരിക്കയിൽ നിന്ന് ദുബായിലും സിംഗപ്പൂരും ഒക്കെ വരത്തുള്ളൂ, ഇന്ത്യയിൽ വരത്തില്ല. ഇപ്പൊ ഇന്ത്യയിൽ വരാനും പറ്റത്തില്ല. ദൈവം ചിലരെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളവന്മാരുന്ന് ഇന്ത്യ വരേണ്ടത്. ഒരു പാശ്ചാത്യ പ്രസംഗത്തിന് ഇപ്പൊ ഇന്ത്യയിൽ കയറാൻ പറ്റത്തില്ല. അത് നന്നായി. ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ ഓടിക്കാൻ ദൈവം തന്നെ വെച്ചിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടി പൈസ ഒപ്പിച്ച് ദുബായിൽ കോൺഫറൻസിന് പോയി. അപ്പൊ കർത്താവ് പറയാം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ആരാധനയിൽ എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ ദ്രവ്യാഗ്രഹികളും ഉപദേശം സ്നേഹിക്കാത്തവരുമാണ്. അപ്പൊ കണ്ടോ, ഉപദേശം ഇഷ്ടപ്പെടാത്തവന്റെ ആരാധനയിൽ ദൈവവും ഇഷ്ടപ്പെടുന്നില്ല. കണ്ടോ? അപ്പോ പണമാണ് നമ്മുടെ ഇഷ്ടമെങ്കിൽ, ഭൗമിക സമ്പത്താണ് നമ്മുടെ ഇഷ്ടമെങ്കിൽ, നേരത്തെ കേട്ട അപ്പോസ്തലന്റെ ഉപദേശം കഷ്ടതയെക്കുറിച്ച് നമുക്ക് ഒരു താല്പര്യവും കാണത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസംഗമൊന്നും നമ്മൾ കേൾക്കാത്തത്. ഇന്ന് സഭയിൽ ആരും ഇത് പഠിക്കാനൊന്നും വരാത്തത്. എങ്ങനെ കഷ്ടത നീക്കാമെന്നേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കഷ്ടതയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി വളരുവാൻ ഈ നേരത്തെ നമ്മൾ കേട്ട പ്രബോധനത്തിലെ പരിജ്ഞാനമൊക്കെ പ്രാപിക്കാൻ ആർക്കും താല്പര്യമില്ല, അല്ലേ? ഉപദേശം ഇഷ്ടപ്പെടണം. ഉപദേശം ഇഷ്ടമില്ല, എനിക്ക് എൻ്റെ സ്വന്തം താല്പര്യത്തിലാണ് ഇഷ്ടമെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ എന്തോ ചെയ്യണം? ഇതിനൊരു പറ്റിയ മറുമരുന്നുണ്ട്. എന്താ അറിയാം? 119-ാം സങ്കീർത്തനം 36-ാം വാക്യം. എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം. 119-ാം സങ്കീർത്തനം 36-ാം വാക്യം. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യത്തിങ്കലേക്ക് തന്നെ എന്റെ ഹൃദയത്തെ ചായുമാറാക്കേണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഹൃദയത്തിന്റെ സ്വമേധാവുള്ള ചായ്വ് ദുരാദായത്തിലാണ്. അത് മലയാളത്തിൽ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ദുരാദായം എന്താണ്? ഇംഗ്ലീഷിലൊക്കെ വളരെ വ്യക്തമാണ്. കവച്ചസ്നെസ്, സെൽഫിഷ് ഗെയിൻ, അതായത് സ്വന്തം മോഹം, സ്വന്തം താല്പര്യം, സ്വന്തം ലാഭം. സ്വന്ത ലാഭത്തിലേക്കല്ല, നിന്റെ വചനത്തിലേക്ക് എന്റെ ഹൃദയത്തിന്റെ ചായ്വ് നീയായിട്ട് തിരിക്കണേന്ന്. ഇത് നല്ല പ്രാർത്ഥനയല്ലേ? അപ്പൊ എന്റെ ഉള്ളത്തിൽ ദ്രവ്യാഗ്രഹം വരത്തില്ല. കർത്താവ് തിരിക്കും.
ഇത് നിരന്തരം പ്രാർത്ഥിക്കണം. കർത്താവ്, എൻ്റെ ഹൃദയം സ്വമേധ നിന്റെ വചനത്തിന്റെ വഴികളിലേക്ക് തിരിയട്ടെ. കഷ്ടതയാണ് കഷ്ടത, അല്ലാതെ എനിക്ക് ഈ പറയുന്ന സാമ്പത്തിക സമൃദ്ധിയൊന്നും വേണ്ട, എനിക്ക് സെൽഫിഷ് ഗെയിൻ വേണ്ട, എനിക്ക് സ്വാർത്ഥ ലാഭം വേണ്ട, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആയാൽ മതി. കേട്ടോ? അതുപോലെ അവിടെ താഴെ പിന്നെ ഒരുപാട് നല്ല വാക്യങ്ങളുണ്ട്. അവിടെ 38 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഭക്തിയെ വളർത്തുന്ന നിന്റെ വചനം. കണ്ടോ? ഭക്തിയാണ് വചനം വളർത്തുന്നത്. നിങ്ങളെല്ലാം കണ്ടോ? അത് 38 വാക്യത്തിൽ ദൈവവചനം, യഥാർത്ഥ വചന ശുശ്രൂഷ, യഥാർത്ഥ ഉപദേശ ശുശ്രൂഷ എന്തോ വളർത്തും? സാമ്പത്തികമല്ല വളർത്തുന്നത്, ഭക്തി വളർത്തും. പണ്ടത്തെ കാലത്തൊക്കെ അപ്പച്ചന്മാരുടെ ശുശ്രൂഷ നോക്കി അറിയാം. അവരൊന്നും വലിയ ഭൂലോക സാമ്പത്തിക വിദഗ്ധന്മാരോ സമ്പന്നന്മാരോ ഒന്നുമല്ല, അല്ലേ? പക്ഷെ അവരുടെ കുടക്കീഴിൽ, അവരുടെ സഭകളിൽ, അവരുടെ ഉപദേശ ശുശ്രൂഷയുടെ കീഴിൽ ആളുകൾ എന്തായി? ഭക്തന്മാരായി. ലോകം വേണ്ടാന്ന് വെച്ചേച്ച് കർത്താവിന്റെ പുറകെ പോയവരായി. അത് അങ്ങനത്തെ ഒരാളാണ് എം ഇ ചെറിയാൻ അങ്കിൾ. പുള്ളിയുടെ ആ പാട്ടാണ് നമ്മൾ പാടിയത്. അവരുടെയൊക്കെ ജീവിതം എടുത്ത് വായിക്കണം, അല്ലേ? അപ്പോ ഹൃദയത്തിലെ ചായ്വ് തിരിയണം. അങ്ങനെ തിരിഞ്ഞില്ലെങ്കിൽ നമ്മളും ഈ പറഞ്ഞതുപോലെ വചനത്തിൽ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ആരാധനയ്ക്ക് കുന്തിരിക്കമൊക്കെ വളരെ ദൂരത്തു നിന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരും. കർത്താവ് പറയും, നിന്റെ ആരാധനയിൽ എനിക്ക് ഇഷ്ടം ഇല്ല. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, അപ്പോസ്തലന്മാർ എല്ലായിടത്തും പുതിയ നിയമത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്, കഷ്ടത നമുക്ക് നിയമിച്ചിരിക്കുന്നു. അത് സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയം വചനത്തോട് ചായണം. ഭക്തിയിലായിരിക്കണം നമ്മുടെ താല്പര്യം, ഭൗമിക ജീവിതത്തിന്റെ സമൃദ്ധിയിലല്ല. ഇനി മടങ്ങി വരാം 1 തെസ്സലോനിയർ 3 രണ്ടാമതായിട്ട് നമുക്ക് ഈ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം ഒരു ഉത്തരവാദിത്വം വെച്ചിട്ടുണ്ട്, അല്ലെ? അത് ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടത്, അല്ലെ? അപ്പൊ തെസ്സലോനിക്ക സഭയിൽ നിന്ന് പൗലോസ് ദൂരെ ശുശ്രൂഷയായിട്ട് പോയിരിക്കുമ്പോൾ കേട്ടു, തെസ്സലോനിക്ക സഭയിൽ ഭയങ്കര പീഡ. അവരെല്ലാം രക്ഷിക്കപ്പെട്ടപ്പോൾ ആ ദേശത്തുള്ളവരെല്ലാം അവർക്കെതിരെ തിരിഞ്ഞു. അത് 1-ാം അധ്യായം എല്ലാം വായിക്കും, നമുക്കറിയാം. ഒരുപാട് പീഡ അവർക്ക് കടന്നു വന്നു. അപ്പോ അതിന്റെ മധ്യത്തിൽ നിങ്ങളാരും കുലുങ്ങിപ്പോകാതിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് പറയാം, നിങ്ങൾ സ്ഥിരപ്പെടണം, അല്ലെ? അപ്പൊ സ്ഥിരത, കുലുങ്ങിപ്പോകാതിരിക്കുക. 8-ാമത്തെ വാക്യം, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു. ഇതാണ് പിന്നീട് അപ്പോസ്തലൻ കേൾക്കാൻ പറ്റിയത്. സഭയിലുള്ളവരൊക്കെ നിലനിൽക്കും, നല്ല കാര്യം, അല്ലെ? അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് എന്ത് പറയാം? കർത്താവിന്റെ ഹിതം എന്താണ്? കഷ്ടത വരുമ്പോ കഷ്ടത ചുമ്മാ കടന്നു പോയാൽ പോരാ, കഷ്ടത വരുമ്പോ കിടന്നു ഉറങ്ങിയാൽ പോരാ, അല്ലെ? ചിലർ വിചാരമുണ്ട് കഷ്ടതയുടെ സീസണും കഴിയട്ടെ, അല്ല, കുറെ ദിവസങ്ങൾ തികച്ചാൽ പോരാ. കഷ്ടതയുടെ മധ്യത്തിൽ വിശ്വാസ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കണം. എന്താണ്? നമ്മൾ നിലനിൽക്കുന്നവർ, കർത്താവിൽ നിലനിൽക്കുന്നവർ ആയിരിക്കണം, കുലുങ്ങിപ്പോകാത്തവരായിരിക്കണം, സ്ഥിരതയോടെ നിൽക്കുന്നവരായിരിക്കണം, അല്ലെ? അപ്പോസ്തല പ്രവൃത്തികൾ 14:22 നമ്മൾ വായിച്ചു, വീണ്ടും വായിക്കേണ്ട. അപ്പോസ്തലൻ പോയി പഠിപ്പിച്ചത് എന്തായിരുന്നു? വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ബഹു കഷ്ടങ്ങൾ സഹിച്ച് നമ്മൾ കടക്കേണ്ടതാകുന്നതിന് തൊട്ടും പറഞ്ഞിരിക്കുക, വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കടക്കണം, അല്ലെ? കർത്താവിൽ നിലനിൽക്കണം. എന്താ ഈ കർത്താവിൽ നിലനിൽക്കുക? അത് 7-ാമത്തെ വാക്യം ഇവിടെ, നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും, അല്ലെ? എന്നാലേ അവിടെ പറഞ്ഞിരിക്കുന്ന ആ സത്വർത്തമാനം. 6-ാമത്തെ വാക്യമേ, ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി, കണ്ടോ, അറിയിച്ചു. അതാണ് സത്വർത്തമാനം. നേരത്തെ അങ്കിള് പ്രബോധിപ്പിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞത്. 2 കാര്യം അന്ത്യകാലത്ത് കുറയും. എന്തൊക്കെയാ? വിശ്വാസവും സ്നേഹവും. പക്ഷെ ഇവിടെ കണ്ടോ, കഷ്ടതയുടെ മധ്യത്തിൽ, സുഖകാലത്തല്ല, കഷ്ടതയുടെ മധ്യത്തിൽ അവർക്ക് എന്തൊക്കെയുണ്ട്? വിശ്വാസവും ഉണ്ട്, സ്നേഹവും ഉണ്ട്. സ്നേഹം തണുത്തു പോയതുമില്ല, വിശ്വാസം തളർന്നു പോയതുമില്ല. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? കഷ്ടതയുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നു വരണം, അല്ലെ? റോമാലേഖനം 12:13 പറഞ്ഞിരിക്കുന്നത്, കഷ്ടതയിൽ എന്ത് കാണിക്കണം? സഹിഷ്ണുതയോടെ നിൽക്കണം നമ്മൾ. അതായത് കഷ്ടത വരുന്നതിന് മുമ്പേ നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ഇരുന്നോ അതിൽ നിന്ന് ഒരു പടി പോലും കുറയാനും പാടില്ല, പറ്റുവാണെങ്കിൽ ഒന്ന് വളരുകയും വേണം. എതിർപ്പുകൾ വരുമ്പോൾ വളരണം, അല്ലെ? സമയമെടുക്കുന്നില്ല. യാക്കോബ് 1:12 പറഞ്ഞിരിക്കുക, അങ്ങനെ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അതുകൊണ്ടാണ് അവന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ പേര് ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അല്ലാതെ കഷ്ടത സഹിച്ചു എന്നല്ല ആ പ്രതിഫലത്തിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. കഷ്ടത സഹിക്കുന്നവന് കൊടുക്കുന്ന പ്രതിഫലത്തിൽ എഴുതി വെച്ചിരിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അതിന്റെ അർത്ഥം എന്താണ്? കഷ്ടതയിൽ അവൻ ആരെ സ്നേഹിച്ചു? ദൈവത്തെ സ്നേഹിച്ചു. സ്വന്തം സുഖത്തെക്കാളും സ്വന്തം സന്തോഷത്തെക്കാളും അവൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവം അനുവദിച്ച കഷ്ടതയിൽ അവൻ
വിശ്വാസത്തിൽ നിലനിന്നു. അല്ലേ? ചുരുക്കി പറഞ്ഞാൽ കഷ്ടതയുടെ മധ്യത്തിൽ എന്ത് സംഭവിക്കണം? വിശുദ്ധിയിൽ നമ്മൾ വളരണം. അല്ലേ? ഈ വിശ്വാസവും സ്നേഹവും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ വിശുദ്ധ ജീവിതം. അതുകൊണ്ടാണ് 1 തെസ്സലോനിയർ 3 അവസാനത്തെ വാക്യം 3:13, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വിണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ കഷ്ടതയുടെ നടുവിൽ കുലുങ്ങിപ്പോകരുത്, സ്ഥിരതയോടെ നിൽക്കണം. പക്ഷെ എത്രത്തോളം സ്ഥിരതയോടെ നിൽക്കണം? കർത്താവിന്റെ 2ാം വരവിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടണം. ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ ഒരു കുറവും ആർക്കും പറയാൻ പറ്റരുത്. അല്ലാതെ കഷ്ടത വന്നപ്പം തീരെ ബാക്കിൽ പോയി, പിന്മാറ്റത്തിൽ പോയി, വിശുദ്ധീകരണം അല്പനേരത്തേക്ക് അടച്ചു വെച്ചു എന്നൊന്നും പറയാൻ പറ്റരുത്. അപ്പൊ കണ്ടോ, സ്ഥിരത, അതാണ് സ്ഥിരത. കർത്താവിന്റെ 2ാം വരവിൽ വിശുദ്ധീകരണത്തിൽ ഒരു അന്യയ്ക്കും പാത്രമാകാത്ത വണ്ണം സ്ഥിരതയോടെ അന്ത്യം വരെ നിൽക്കുക. അതന്നല്ലേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ച കർത്താവിന്റെ 2ാം വരവിൽ ആ രാജ്യം തുറക്കുമ്പോൾ ബഹുകഷ്ടങ്ങൾ സഹിച്ച് വിശ്വാസത്തിൽ നിലനിന്ന് നമ്മൾ അങ്ങ് ചെല്ലണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അല്ലേ? ഈ കഷ്ടതയുടെ നടുവിൽ എങ്ങനെ സ്ഥിരതയോടെ നിൽക്കാൻ പറ്റും? സാധാരണ മനുഷ്യർക്കാർക്കും പറ്റുന്ന കാര്യമല്ല. വേദനയുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും, അല്ലേ? പ്രയാസം വരുമ്പോൾ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരു മാനുഷികമായ ഒരു പ്രതികരണമാണ്. നമ്മളാരും അമാനുഷിക വ്യക്തികളൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനും ഒരു അപ്പോസ്തോലിക സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒരു കഷ്ടത, പലരും മരിച്ചുപോയി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, സഹോദരന്മാരെ, 4:13, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, പിന്നെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചൊരു വെളിപ്പാട് പറയണം, അല്ലേ? അപ്പൊ കണ്ടോ, പ്രത്യാശയില്ലാത്ത ദുഃഖം പാടില്ല. ഇത് ഏറ്റവും വലിയ കഷ്ടതയായ മരണമുഖത്ത് പോലും പാടില്ല, അല്ലേ? അതുപോലെ ആ ഭാഗത്തിന്റെ അവസാനം, 4-ാം അധ്യായത്തിന്റെ അവസാനം 18-ാം വാക്യം, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. അപ്പോ 3-ാമത്തെ കാര്യം, കഷ്ടതയുടെ നടുവിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം. പക്ഷെ എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടേ? നിത്യമായ പ്രത്യാശയുടെ ആശ്വാസത്തിൽ. കേട്ടോ, നിത്യമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ പറഞ്ഞാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ, നമ്മൾ ആശ്വാസമാക്കി അതിനെ മാറ്റണം, അല്ലേ? അതാണ് ആശ്വാസം. നിത്യപ്രത്യാശയാണ് ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ആശ്വാസം. അല്ല, വേറൊന്നുമല്ല, ഭൗമികമായ ഒന്നുമല്ല, നിത്യമായ പ്രത്യാശ നമുക്കുണ്ട്. മരണത്തിനും അപ്പുറത്തും നമുക്കൊരു പ്രത്യാശ ക്രിസ്തുവിലുണ്ട്. അതാണ് നമ്മുടെ ആശ്വാസം. പ്രത്യാശയോടുകൂടെ നമ്മൾ സ്ഥിരതയോടെ നിൽക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് തന്നെ 1-ാമത്തെ അധ്യായം, 1 തെസ്സലോനിയർ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ആ സഭയിലെ പല നല്ല കാര്യങ്ങളും വിവരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ സ്നേഹത്തിന്റെ പ്രയത്നം ചെയ്യുന്നവരാണ്, അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വാസത്തിന്റെ വേല ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ്, പ്രത്യാശയുടെ സ്ഥിരതയും. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ് പ്രത്യാശയുടെ സ്ഥിരത. അപ്പൊ കണ്ടോ, സ്ഥിരതയും പ്രത്യാശയും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. പ്രത്യാശയുണ്ടെങ്കിൽ എന്തോ ഉണ്ട്? സ്ഥിരതയുണ്ട്. പ്രത്യാശ ഇല്ലെങ്കിൽ ടെൻഷനുണ്ട്, എങ്ങനെ ആവുമോ എന്തോ, അല്ലേ? ഒരു കഷ്ടത്തെ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉറപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭയം വരും. ഭയം വരുമ്പോൾ കുലുങ്ങും. അതാണ് നേരത്തെ നിങ്ങൾ കഷ്ടതയിൽ കുലുങ്ങിപ്പോകരുത്, ഉറച്ചു നിൽക്കണം. എങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റും? ഇതിനപ്പുറത്തുള്ള കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് സുനിശ്ചിതമായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മരണമുഖത്ത് പോലും അപ്പച്ചൻ പോയി, പക്ഷേ മടങ്ങി വരും. കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവനോടെ മടങ്ങി വരും, നമ്മൾ വീണ്ടും കാണും. അത് ആശ്വാസമാണ്. അപ്പൊ കഷ്ടതയിൽ നമ്മൾ എങ്ങനെ പോകണം? പ്രത്യാശ നിമിത്തം ആശ്വാസം പ്രാപിച്ചു പോകണം, അതിൽ ഉറച്ചു നിൽക്കണം, അല്ലേ? നമുക്ക് ആ ചിന്ത തന്നെ നമ്മളെ ഓർപ്പിക്കുന്ന 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാൻ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കണമേ. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ച്. 2 തെസ്സലോനിയർ 2-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം. കണ്ടോ, നമുക്ക് കർത്താവ് സ്നേഹിച്ച് എന്ത് നൽകിയിട്ടുണ്ട്? നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകിയിട്ടുണ്ട്.
അല്ലേ? നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യണം? അത് നമുക്ക് ആശ്വാസമായിട്ട് മാറി നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരതയുള്ളവരായി മാറണം. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് കഷ്ടത വരുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്നേ, ഇട്ടേച്ച് പോകുന്നേ? നിങ്ങൾക്ക് ആശ്വാസമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആശ്വാസമില്ലാത്ത? നിത്യമായ പ്രത്യാശയെക്കുറിച്ച് ഒരറിവുമില്ല. അതിലല്ല നിങ്ങൾ പണിയുന്നേ. നിങ്ങൾ ഭൗമിക കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, ഭക്തി ജീവിതമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഈ നിത്യപ്രത്യാശ മതി. നമുക്ക് ഈ ഇവിടുത്തെ കാൽക്കുലേഷനൊക്കെ നടക്കുകയില്ലേ, അതിനൊരു പ്രവാചകനെ വിളിച്ച് ചോദിക്കണം, അതിലൊരു പ്രത്യാശ ആശ്വാസമൊക്കെ ഉണ്ടോ നമ്മൾ ചിന്തിക്കുന്നത്? ഈ ഭൗമികമായ 3-4 ദിവസം കഴിഞ്ഞുള്ള നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അതൊക്കെ നടക്കാതിരിക്കാം. ഉറപ്പായിട്ടുള്ള നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും നമുക്ക് ദൈവം നൽകിയിരിക്കണം. അതാണ് നമ്മൾ കഷ്ടതയിൽ സ്ഥിരതയാക്കുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആശ്വാസം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13. ദൈവകൃപ ഉദിച്ചു, ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരുന്നുകൊണ്ട് ഏത്? ഈ ഉദിച്ചിരിക്കുന്ന കൃപ, ദൈവകൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. പക്ഷെ എങ്ങനെയാ വളർത്തുന്നേ? നമ്മൾ ഭക്തി ജീവിതം നയിക്കണം. പക്ഷെ എങ്ങനെയായി ഭക്തി ജീവിതം നയിക്കേണ്ടേ? നമ്മുടെ പ്രത്യാശയ്ക്കായി കാത്തിരുന്നുകൊണ്ട് വേണം നമ്മൾ ഭക്തി ജീവിതം നയിക്കുവാൻ. ഇല്ലേ നയിക്കാനൊന്നും പറ്റത്തില്ല ഭക്തി ജീവിതം. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്താണ്? നമുക്ക് ഉത്തമ ബോധ്യം വേണം, അതിൽ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി കാത്തിരുന്നു കൊണ്ടാലേ ഈ പ്രപഞ്ചമോഹമൊക്കെ വിട്ട് നമുക്ക് ഭക്തി ജീവിതം നയിക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ കണ്ടോ, പ്രത്യാശയും സ്ഥിരതയും തമ്മിലുള്ള ബന്ധം വീണ്ടും വെളിപ്പെടുത്തി വരുന്നത്. അവസാനമായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. റോമർ 8 അതിന്റെ 18 ഒന്ന് വായിച്ചേ. വിചാരിച്ചാൽ സാരമില്ല. അപ്പൊ ഈ കഷ്ടതകളൊന്നും എന്നെ കുലുക്കുവാൻ തക്കം ശക്തമൊന്നും അല്ല, സാരമില്ല എന്ന് എണ്ണണമെങ്കിൽ എന്തോ ചെയ്യണം? വിചാരിക്കണം. എന്തോ വിചാരിക്കണം? വരുവാനുള്ള തേജസ് വിചാരിക്കണം. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കണം, നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ വിചാരിക്കുമ്പോഴേ എന്ത് സംഭവിക്കത്തുള്ളൂ? കഷ്ടത സാരമില്ലെന്ന് പറയാനുള്ള ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് വരുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കഷ്ടത സാരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുലുങ്ങാൻ തുടങ്ങും, നമ്മൾ ഭയപ്പെടാൻ തുടങ്ങും. അപ്പൊ കഷ്ടത സാരമില്ലെന്ന് പറയണമെങ്കിൽ വിചാരിക്കണം. എന്തു വിചാരിക്കണം? വരുവാനുള്ള തേജസ് വിചാരിക്കണം. റോമർ 8-ന്റെ തന്നെ 24-ലും 25-ലും പറഞ്ഞിരിക്കുകയാണ്, കാണുന്നതിനായിട്ട് ആരും പ്രത്യാശിക്കാറില്ല, അല്ലെ? സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിനായിട്ട് ആരും പ്രത്യാശിക്കാൻ, സംഭവിക്കാനിരിക്കുന്നത് കാണാത്തതിനായിട്ട് വേണം നമ്മൾ പ്രത്യാശിക്കാൻ. എന്തോ കാണാത്തത്? അയ്യോ 3 നാൾ കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കും, 4 നാൾ കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ പോകും. അതാണോ കാണാത്ത കാര്യം? അത് ഈ തൽക്കാലത്തെ ഭാവി. അതല്ല. കാണാത്തത് എന്താണ്? അതാ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ നമ്മൾ വ്യാഖ്യാനിച്ചില്ലേ തോന്നുന്ന എന്തുമാക്കാം കാണാത്തത്, അല്ലെ? ഞാൻ ഇനി വാങ്ങിക്കാൻ പോകുന്ന കാറ് ഞാൻ കണ്ടിട്ടില്ല, അതിനായിട്ടാണ് ഞാൻ അതല്ല ഇവിടുത്തെ അർത്ഥം. അങ്ങനെയൊക്കെ പലരും അടർത്തിക്കൊണ്ട് പോകാറുണ്ട്. അതല്ല കാണാത്തതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വരുവാനുള്ള തേജസ് എന്ന് 18-ാം വാക്യത്തിലേ പറഞ്ഞു കഴിഞ്ഞു. അതാണ് കാണാത്തത്. ആ കാണാത്തതിന് വേണ്ടി നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശയോടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ കണ്ടോ, എങ്ങനെയാണ് കഷ്ടതയിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കേണ്ടത്? ആശ്വാസം പ്രാപിക്കണം. എന്തിൽ നിന്ന്? നിത്യമായ നമ്മുടെ പ്രത്യാശയിൽ നിന്ന്. നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? സുവിശേഷത്തിന്റെ പ്രത്യാശ ജ്വലിക്കുന്നുണ്ടോ ഹൃദയത്തിൽ? കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ അവനോടൊപ്പം എടുക്കപ്പെടും, ഞാൻ തേജസ്കരിക്കപ്പെടും. അതാണ് നിത്യമായ തേജസ്സിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ ഇക്കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നു, അല്ലേ? ഈ ഭൂമിയിൽ എന്ത് ദൈവം തന്നില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ചിലരുണ്ട് ദൈവം എന്തോ ഒന്ന് തന്നില്ല, പിന്നെ ദൈവമായിട്ട് ഉടക്ക്, ദൈവമായിട്ട് കയ്പ്. അവരെന്തോ പറയുന്നത്? അവർ ഈ ഭൂമിയിലെ കഷ്ടങ്ങളൊന്നും സാരമൊന്നും അല്ല. അയ്യടാ അങ്ങനെ ഒന്നും പറയുന്നത് ഭാവിയിൽ തേജസ് ആവുന്നും വേണ്ട, എനിക്കിപ്പോൾ ഇവിടെ സ്ഥലം വേണം, എനിക്കിവിടെ പണം വേണം, എനിക്ക് വേണ്ട കല്യാണം വേണം, ഇങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടുത്തെ വിഷയങ്ങൾ വെച്ച് ദൈവമായിട്ട് തെറ്റുന്നവർ. എന്നാൽ പൗലോസ് പറയും, ഇവിടെ എന്ത് പറഞ്ഞാൽ എന്തോ ഒരുപാടിരിക്കുന്ന തേജസ്, അല്ലേ? ആരെങ്കിലും ട്രെയിനിൽ പോകുമ്പോൾ അവിടെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, സോഫ വാങ്ങിച്ചിടൂ, ട്രെയിനിലെ സീറ്റ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സോഫ കൊണ്ടുവരുമാരെങ്കിലും ഇല്ല. അതെന്താ? അത് അല്പകാലത്തേക്കുള്ളതാണ്. പോകുന്ന വീട്ടിലെ സോഫയൊക്കെ ഉണ്ട്, അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ സോഫയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നിന്റെ ഭവനമെങ്കിൽ,
ഇവിടെയാണ് നിന്റെ പൗരത്വമെങ്കിൽ ഇതൊക്കെ വേണം, ഇതൊക്കെ വാങ്ങിച്ചു പിടിക്കും, അതിനുവേണ്ട പ്രവാചകന്മാരെ കണ്ടുപിടിക്കും, അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തെല്ലാം ചെയ്യും. അവരെന്തോ തെളിയിക്കുന്നത്? ഇതാണ് നമ്മുടെ ഭവനം. എന്നാൽ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. നിങ്ങളുടെ പൗരത്വം എവിടാന്ന് നിങ്ങൾ തെളിയിക്കും, അല്ലെ? അപ്പൊ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ വരുവാനിരിക്കുന്ന തേജസ് ചിന്തിക്കുമ്പോൾ, വിചാരിക്കുമ്പോൾ, അയ്യോ ഇവിടുത്തെ കഷ്ടങ്ങളൊന്നും സാരമില്ല കേട്ടോ, അവിടെ പോകുമ്പോ കോടിപതിയാകും തേജസ്സിന്. ക്രിസ്തുവിന്റെ ആ അടുപ്പത്തിൽ, ആ തേജസ്സിൽ പണക്കാരനാകുന്നതാണ് ഏറ്റവും വലുത്, അല്ലേ? വായിച്ചു നിർത്തട്ടെ. അപ്പൊ നമ്മൾ എന്തെല്ലാം കണ്ടു? അപ്പോസ്തോലിക ഉപദേശമാണ് കഷ്ടത സഹിക്കുന്നത്. അത് നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ പങ്കാളികളായിട്ട് വരുവാനിരിക്കുന്ന ലോകത്തിൽ തേജസ്സിന്റെ പങ്കാളികളായി നമ്മൾ മാറുന്നത്. കഷ്ടതയുടെ മധ്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. കുലുങ്ങിപ്പോകരുത്, സ്ഥിരതയോടെ നമ്മൾ നിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, കർത്താവിൽ നിലനിൽക്കണം, അല്ലെ? അതെങ്ങനെ പറ്റും? നിത്യപ്രത്യാശയുടെ ആശ്വാസം നമ്മൾ പ്രാപിക്കണം. വരുവാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് ധ്യാനിച്ച് അതിൽ ഉറപ്പ് പൂണ്ടാൽ നമ്മൾ കുലുങ്ങിപ്പോകയില്ല. അവസാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 5-ാം അധ്യായം. ഞാൻ തന്നെ വായിക്കാം, 7 മുതൽ 11 വരെ. പ്രസംഗിക്കുന്നില്ല, വായിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. 1 പത്രോസ് 5-7 മുതൽ 11. അവൻ നിങ്ങൾക്ക് കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം, ദൈവവചനത്തോട് പ്രതികരിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. കർത്താവേ, ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സഭയായിട്ട് കൂടി വന്ന് അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായിട്ട് കർത്താവേ അങ്ങയുടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ വീണ്ടും സ്തോത്രം കരേറ്റുന്നു കർത്താവേ. ഞങ്ങളോടുള്ള അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് നന്ദി കരേറ്റുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് ഇന്നാവശ്യമായ വചനം അങ്ങ് വീണ്ടും വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. പ്രബോധനത്തിനായിട്ട് സ്തോത്രം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഉള്ളങ്ങളെ കർത്താവെ അങ്ങ് അറിയുന്നല്ലോ. ഞങ്ങളുടെ ഉള്ളങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം അങ്ങ് നൽകുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം കർത്താവ്. ഇപ്പോൾ കേൾപ്പിച്ച ഈ ഉപദേശം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായിട്ട് കർത്താവെ ഇതിനോട് ആർക്കും ഒരു താല്പര്യവുമില്ല കർത്താവെ. ഞാൻ ഉൾപ്പെടെ കർത്താവെ ആർക്കും താല്പര്യമില്ല. മാനുഷികമായി ഞങ്ങൾക്ക് ആർക്കും ഏറ്റെടുക്കുവാൻ കഴിയാത്തൊരു വചനമാണ് കർത്താവെ അറിഞ്ഞുകൊണ്ട് കഷ്ടതയ്ക്ക് നിന്നു കൊടുക്കുക എന്ന് പറയുന്നത്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളത്തിൽ ഈ ഉപദേശത്തോട്, പൊതുവെ അങ്ങയുടെ വചനത്തോട് ഇഷ്ടമുളവാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വന്തം കാര്യമല്ല, സ്വന്തം ഹിതമല്ല, സ്വന്തം ലാഭമല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് ആത്മാർത്ഥമായിട്ട് കാംക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഭക്തന്മാരാകുവാൻ ഞങ്ങളുടെ ഉള്ളത്തിൽ അങ്ങായിട്ടൊരു ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, ദുരാദായത്തിലേക്കല്ല, സ്വാർത്ഥ ലാഭത്തിലേക്കല്ല, അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും ചായ്ക്കുമാറാക്കേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉപദേശത്തെ ഇഷ്ടപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് കർത്താവിന്റെ നുകത്തിൻ കീഴിൽ താഴ്മയോടെ ഇരുന്ന് കർത്താവെ അങ്ങേക്ക് ആരാധന കരയേറ്റുവാനും അങ്ങയുടെ വേല ചെയ്യുവാനും അങ്ങേക്ക് പ്രസാദമുള്ള മക്കളാകുവാനും ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, തിക്താനുഭവങ്ങൾ, വെല്ലുവിളികൾ കടന്നു വന്നു കർത്താവെ. ഞങ്ങൾ ഈ കഷ്ടതയുടെ മധ്യത്തിലും
സ്ഥിരതയോടെ നിൽക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവെ. അതിനായിട്ട് നിത്യ തേജസ്സിന്റെ പ്രത്യാശയും ആശ്വാസവും സകല ഹൃദയങ്ങൾക്കും പകർന്നു തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനിരിക്കുന്ന തേജസ് ധ്യാനിച്ച് വിചാരിച്ച് ഇപ്പോഴുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനമെടുത്തു ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്ത് വെളിപ്പാട് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ അകക്കണ്ണുകളെ പ്രകാശിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന വരുവാനിരിക്കുന്ന നിത്യമായ തേജസ് ഇന്നതെന്ന് തിരിച്ചറിയുവാൻ കർത്താവെ, ഞങ്ങളുടെ വിളിയുടെ കർത്താവെ ആശ ഇന്നതെന്ന് ശരിയായ രീതിയിൽ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കർത്താവെ തിരിച്ചറിയുവാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സഭ വചനത്തിൽ വേരൂന്നി ഇനിയും വളരുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകലരുടെയും വ്യക്തിജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ, അവർ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. അതിന്റെ മധ്യത്തിലെല്ലാം അവർ ഈ ആശ്വാസം പ്രാപിക്കണമേ, നിത്യതയുടെ ആശ്വാസം കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആശ്വാസം കർത്താവെ. അവർ രുചിച്ചറിയട്ടെ, അങ്ങയുടെ കൃപയുടെ ആശ്വാസം അവർ രുചിച്ചറിയട്ടെ കർത്താവെ. ജീവിതത്തിൽ കുലുങ്ങാത്ത കർത്താവെ, അങ്ങേക്ക് വേണ്ടി സ്ഥിരതയോടെ നിൽക്കുന്ന ഭക്തന്മാരായി അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ട എല്ലാ വിഷയങ്ങളിലും കർത്താവിന്റെ കരം കൂടെയിരിക്കണമേ, കർത്താവിന്റെ പ്രസാദം കൂടെയിരിക്കണമേ. ഞങ്ങളുടെ കൈവേലകളെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾ കർത്താവെ അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വേലകളും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് അത് കർത്താവെ ഫലപ്രാപ്തിയുള്ളവയാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് ഉതകുന്നത് പോലെ അങ്ങ് മെനഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിലും ദുഃഖത്തിലും കർത്താവെ പുറത്തു പറയാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളിലുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം കർത്താവിന്റെ കരം പ്രവർത്തിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ തിരുകരത്തിലേക്ക് ഞങ്ങളേവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൃപയാൽ ഞങ്ങളേവരെയും അനുഗ്രഹിക്കാൽ സ്തോത്രം. ഈ പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും സംസർഗവും നാം ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം.